അടുത്ത് നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. എലത്തൂർ മണ്ഡലമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ. CPM മത്സരിക്കുന്നില്ല എങ്കിൽ പോലും CPMന് ഏറ്റവും ശക്തിയുള്ള മണ്ഡലം. അവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയുടെ കാര്യത്തിൽ പറഞ്ഞു, കോഴിക്കോട് നമ്പർ 1 സീറ്റായിട്ട് ഇടതുമുന്നണിക്ക് കണക്ക് കൂട്ടാവുന്ന ഒരു സീറ്റാണ്. പക്ഷേ AK ശശീന്ദ്രന് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് സംബന്ധിച്ച് ഒക്കെയും അവിടെ വലിയ തർക്കം ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് AK ശശീന്ദ്രന്. എങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ആശ്രയിച്ച് ഇടതുപക്ഷം അവിടെ മുന്നോട്ട് പോകുന്ന മണ്ഡലമാണ് എലത്തൂർ. തീർച്ചയായിട്ടും AK ശശീന്ദ്രന് വിദ്യാ ബാലകൃഷ്ണനാണ് എതിരാളി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതെ, ടി ദേവദാസ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നു. എലത്തൂരിലെ മത്സര ചിത്രം ഇതാണ്. AK ശശീന്ദ്രൻ, വിദ്യാ ബാലകൃഷ്ണൻ, ടി ദേവദാസ് എന്നിവർ മാറ്റുരയ്ക്കുമ്പോൾ ആർക്കാണ് സാധ്യത? എന്താണ് പോൾ ട്രെൻഡ്സ് പറയുന്നത്? കോറിന്റെ അഭിപ്രായ സർവേയിൽ എലത്തൂരിൽ കാറ്റെങ്ങോട്ടാണ്? എലത്തൂരിൽ ആരാണ് മുമ്പിൽ? വരട്ടെ സ്ക്രീനിൽ. ഒരു സംശയവും വേണ്ട. AK ശശീന്ദ്രൻ തന്നെ 46.64%, 16% ലീഡാണ്. 16.23 എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലീഡാണ്. വിദ്യാ ബാലകൃഷ്ണൻ 30.41 നിൽക്കുമ്പോൾ NDAക്ക് അവിടെ 22.95% വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് പാർട്ടിയിലെ തർക്കങ്ങൾക്കും AK ശശീന്ദ്രന്റെ പ്രായം തുടങ്ങിയ ഘടകങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് LDFന്റെ വോട്ട് ബേസ് എലത്തൂരിൽ ഭദ്രമാണ്. റൈറ്റ്, LDFന്റെ വോട്ട് ബേസ് AK ശശീന്ദ്രനുള്ള എതിർപ്പ് അത് UDFന് അവിടെ മുതലാക്കാൻ കഴിയുന്നില്ല. അത് എലത്തൂരിൽ BJPയുടെ വോട്ട് വർധന ഉണ്ടാവുന്നു. അപ്പം AK ശശീന്ദ്രനോടും അല്ലെങ്കിൽ സിറ്റിംഗ് MLAയോടുള്ള എതിർപ്പ്, ആ ഭരണവിരുദ്ധ വികാരം MLAക്കെതിരെ ഉള്ളത് അവിടെ സ്പ്ലിറ്റായി പോവുകയാണ്. അത് വിദ്യാ ബാലകൃഷ്ണൻ എന്ന UDF സ്ഥാനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എലത്തൂരിൽ അത് BJPക്കും കൂടി, BJPയുടെ വോട്ട് വർധനവിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് എലത്തൂരിൽ. അപ്പോൾ എലത്തൂർ സത്യത്തിൽ വലിയ ആകാംക്ഷയുള്ള മണ്ഡലമല്ല. എലത്തൂരിനെ സംബന്ധിച്ചുള്ള ചിത്രം വളരെ വ്യക്തമാണ്. 16%-ലധികം ഒരു മാർജിനുമായി അവിടെ വളരെ കൃത്യമായ ഒരു എഡ്ജ്, കൃത്യമായ മുൻതൂക്കം, എഡ്ജ് എന്ന് പറഞ്ഞുകൂടാ, കൃത്യമായ മുൻതൂക്കവും മേൽക്കൈയും AK ശശീന്ദ്രനുണ്ട്. അപ്പോൾ എലത്തൂർ ഇടത്തോട്ട് തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. വലിയ ആകാംക്ഷയില്ലാത്തൊരു മണ്ഡലം. അതെ, കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം, സ്ഥാനാർത്ഥി ആരാണെങ്കിലും ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ട്രെൻഡിൽ നിന്നും കാര്യം മനസ്സിലാവും. തീർച്ചയായിട്ടും.